പുഷ്പ 2 ഇന്നലെ റിലീസ് ചെയ്ത് പുഷ്പ റേസിൻ്റെ രണ്ടാം ഭാഗം പുഷ്പ റൂൾ. അല്ലു അർജുൻ എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ എത്രമാത്രം ആക്സെപ്റ്റബിൾ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് തന്നെ. പ്രീ റിലീസിംഗ് ബുക്കിംഗ് തന്നെ 100 കോടിയിലധികം കളക്ഷൻ കിട്ടിയ വേൾഡ് വൈഡ് റെക്കോർഡ് സൃഷ്ടിച്ച ഈ ഒരു ഇന്ത്യൻ ഫിലിം, ആ ഒരു ഖ്യാതി കിട്ടിയ പടമാണ് പുഷ്പ 2. പക്ഷേ ഇന്നലത്തെ കളക്ഷൻ ഹ്യൂജ് മാസീവ് കളക്ഷനാണ്. 243 കോടി രൂപ ഒരു സിംഗിൾ ഡേ വേൾഡ് വൈഡ് കളക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. അത് അല്ലു അർജുൻ എന്ന ബ്രാൻഡിന് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഷാറുഖ് ഖാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു നടൻ തന്നെയാണ് അല്ലു അർജുൻ. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആക്സെപ്റ്റബിളാണ്. ഇന്ത്യക്ക് പുറത്തും അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മാസ് സിനിമകളാണെങ്കിലും ലവ് സിനിമകളാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ആദരവ് അല്ലെങ്കിൽ ഒരു വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ഇന്നലെ കിട്ടിയ ഈ പുഷ്പ 2 കിട്ടിയ ഏറ്റവും വലിയ ഒരു കളക്ഷൻ. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം ആസ് നമ്മൾ എക്സ്പെക്റ്റഡ് തന്നെ പുഷ്പ 1 എന്നുള്ളതിൻ്റെ ഒരു 10 മടങ്ങ് ഹൈ വോൾട്ടേജിൽ നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു മാസ് മസാല എൻ്റർടൈനർ. അങ്ങനെ തന്നെ പറയണം, മാസ് മസാല എൻ്റർടൈനർ. കാരണം ഈ പടത്തിൽ കഥ നമുക്കറിയുന്നതാണ്, ചന്ദനക്കടത്ത്, രക്തചന്ദനത്തിൻ്റെ കടത്താണ്. അത് ഓൾറെഡി നമ്മൾ 1 കണ്ടതാണ്. ഇതിലെ ട്രെയിലർ കണ്ട പോലെ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ വൈഡിലുള്ള വലിയ തോതിലുള്ള ഒരു കള്ളക്കടത്തിനെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ കള്ളക്കടത്തിൻ്റെ പുഷ്പ നടത്തുമ്പോൾ അതിനെ മുന്നിട്ട് നിൽക്കാൻ, അതിനെ തടയാൻ വേണ്ടിയിട്ട്, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ആളായിട്ട് നമ്മുടെ ഫഹദ് ഫാസിൽ, മലയാളത്തിൻ്റെ അഭിമാനം തന്നെ പറയാം, ഫഹദ് ഫാസിൽ ഗംഭീര റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലു അർജുനെ പോലുള്ള ഒരു മാസ് ഹീറോൻ്റെ മുമ്പിൽ ഒട്ടും തളരാതെ തന്നെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ബൻവർ സിംഗ് ഷിക്കാവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. നല്ല രസമാണ് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. ഒരു തമാശ കളികളും അതിൻ്റെ ഇടയിലുള്ള സീരിയസ് വർത്താനങ്ങളും അതിനകത്തുള്ള ഇമോഷണൽ സീനുകളും ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെക്കാനായിട്ട് നമ്മളുടെ ഈ ഫഹദ് ഫാസിലിന് കഴിയും ചെയ്തിട്ടുണ്ട്. മാസ് സീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത്യന്തം സൂക്ഷ്മമായിട്ട് തന്നെ നമുക്കിങ്ങനെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഭയങ്കര ഹൈ വോൾട്ടേജിൽ തരാനായിട്ട് ഫഹദ് ഫാസിലിന് കഴിയും ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിലിനെ താറടിക്കുന്ന, ഫഹദ് ഫാസിലിനെ ഒന്നുമല്ലാതാക്കുന്ന രീതിയിലുള്ള പല പല പ്രവർത്തനങ്ങളും അല്ലു അർജുൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പടത്തിനെ കുറിച്ച് ആസ് എ ഹോൾ നമ്മളെ പുഷ്പ റേസിൽ കണ്ടതിൻ്റെ ഒരു തുടർക്കഥ പോലെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതിൽ ഒരുപാട് മേമ്പൊടികൾ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. മിനിസ്റ്റർ ലെവലിലുള്ള പ്രശ്നങ്ങൾ, പോലീസുകാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, ഇതിനകത്തൊരു പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ളൊരു മാസ് സീനുണ്ട്. അങ്ങനെയാണ് നമ്മുടെ പുഷ്പൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോ. അത് ഒരു രക്ഷയില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ തുടർച്ചയായിട്ടുള്ള കുറേ മാസ് സീനുകൾ, പിന്നെ ഇതിനകത്തുള്ള സോങ്സുകളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനോടകം തന്നെ ഹിറ്റടിച്ച പാട്ടുകളൊക്കെ തന്നെയാണ്. BGM സോങ്ങിൻ്റെ കാര്യമാണ് ശരി, BGMൻ്റെ ആണ് ശരി, ദേവീശ്വർ പ്രസാദ് DSP നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും ചെയ്തിട്ടുണ്ട്. പടത്തിൽ ലോജിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോകരുത്. പല പല ഏരിയയിലും വീക്കായിട്ടുള്ള കാര്യങ്ങൾ പലതും ഉണ്ട്. എങ്കിൽ പോലും ഇതൊരു മാസ് മസാല എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ കണക്കിലെടുത്താൽ മാത്രം മതി. അല്ലാതെ ഇതിനകത്ത് വലിയ ലോജിക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തൂല. കാരണം അത് അങ്ങനത്തെ ഒരു പടവുമല്ല. അപ്പോൾ ഇതൊരു മാസ് മസാല എൻ്റർടൈനർ ആണെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് ആ ഒരു സംഭവത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. 3 മണിക്കൂർ 23 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്തി മൂവി തന്നെയാണ്. അതായത് 3.5 മണിക്കൂറിൽ കൂടുതൽ ഇൻ്റർവെൽ അടക്കം ഈ പടത്തിന് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു 20 മിനിറ്റോളം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ പടത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നുന്ന കുറേ സീനുകളുണ്ട്. വലിച്ചു വാരി നീട്ടിയ പോലുള്ള കുറേ സീനുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു മാസ് മസാല പടമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം മെയിൻ പൊടികളും പൊടിപ്പും തുങ്ങലുകളും കാര്യങ്ങളൊക്കെ ചേർത്താൽ മാത്രമേ അതിന് നമുക്കൊരു ഹരം കൊള്ളിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ നമുക്ക് തൽക്കാലം ഒന്ന് അവഗണിക്കാം, എക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. പാട്ടുകൾ നല്ലതാണ്, നല്ല പിക്ചറൈസേഷനാണ്, VFX വർക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ സുകുമാറിൻ്റെ റൈറ്റിംഗ് ആണെങ്കിലും ശരി, അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ശരി ഗംഭീരമാണ്. നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് വെച്ചിട്ടാണ് ഈ പടം പിന്നെ അവസാനിക്കുന്നതിന് ഒരു ടൈലൻ്റൊക്കെ വെച്ചിട്ട് പുഷ്പ 3ക്കുള്ള ഒരു സാധ്യത പറഞ്ഞു വെച്ചിട്ടാണ് ഇത് അവസാനിപ്പിക്കുന്നതും. ഇതിനകത്ത് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആസ് എക്സ്പെക്റ്റഡ് നമ്മളുടെ അല്ലു അർജുൻ്റെ ഒരു ഗംഭീര മാസ് പെർഫോമൻസ്, ഫഹദ് ഫാസിലിൻ്റെ ഓഫ് കോഴ്സ് നല്ല രീതിയിലുള്ള പെർഫോമൻസാണ്. പിന്നെ ശ്രീലീലയുടെ ഒരു ഐറ്റം ഡാൻസ് ഉണ്ട്, അതും കിസിക്ക് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഐറ്റം ഡാൻസും സോങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രശ്മി മന്ദനയുടെ ആസ് യൂഷ്വൽ ഓവറാക്കലുള്ള അഭിനയമൊക്കെ ഇതിനകത്ത് ആസ് യൂഷ്വൽ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നിരുന്നാലും അവളുടെ ശരീരപ്രദർശനം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മാസ് മസാല പടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ എരിവും പുളികളും ഈ പടത്തിൽ ചേർന്ന് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു വെക്കാനും പറ്റും. അപ്പോൾ
ഒരു മാസ് മസാല പടം മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് വലിയ ലോജിക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പോകാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം തിയേറ്ററിൽ പോയിട്ട് കാണാം, ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവി തന്നെയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ. അതർവൈസ് നിങ്ങൾക്ക് പുഷ്പ 1 ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും പുഷ്പ 2 ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം പുഷ്പ 1 എന്താണോ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് കിട്ടിയത് അതിൻ്റെ ഒരു 10 മടങ്ങ് ഹെവി വോൾട്ടേജിൽ മാത്രമാണ് ഇത് പുറത്തേക്കുള്ളൊരു ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. ഇതിൽ പല സീനുകളും നമുക്ക് ലോജിക്ക് തന്നെ തോന്നില്ല. അതിൽ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ട്, കയ്യും കാലം കെട്ടിയിട്ടതിന് ശേഷമുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ, അതൊക്കെ എത്രമാത്രം നമുക്കത് ദഹിക്കുന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. ഒരിക്കലും ലോജിക്കലി പോസിബിൾ അല്ലാത്ത, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീനാണത്. അതൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ചടച്ചു പോകും. പക്ഷേ അതിലൊക്കെ ഒരു മാസ് മസാല എലമെൻറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു സുകുമാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ തരക്കേടില്ലാത്ത ഒരു 1 ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് പുഷ്പ 2 ദ റൂൾ.